എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു തൈറോയ്ഡ് ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഒരു 13 വർഷം മുൻപാണ് എനിക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മിസ്കാരേജ് നടന്നു. അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത കൂട്ടത്തിലാണ് എൻ്റെ ബ്ലഡിൽ ആൻറ്റി തൈറോയ്ഡ് ആൻറ്റിബോഡി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ തൈറോയ്ഡ് കണ്ടീഷൻസ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ എനിക്ക് വന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഈ ഒരു ആൻറ്റിബോഡി കാരണം ഉണ്ടാകുന്ന തൈറോയിഡിസത്തിനെ ഹാഷിമോട്ടോസ് തൈറോയിഡിറ്റിസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോ തൈറോയിഡിസം പല രീതിയിൽ ആൾക്കാർക്ക് വരാം. തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ വന്നിട്ട് അങ്ങനെ വരാം, അല്ലാന്നുണ്ടെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. കൂടുതൽ ആൾക്കാരിലും ഇതുപോലെ ആൻറ്റി തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കാരണമാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹൈപ്പോ തൈറോയിഡിസത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം. ഞാൻ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈപ്പോ തൈറോയിഡിസം എന്താണെന്നും തൈറോയിഡിനെ കുറിച്ചും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ നെക്കിലുള്ള ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ ഇതാണ് T3 ആൻഡ് T4 എന്ന് പറഞ്ഞ 2 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. T3 ആൻഡ് T4 ആണ് നമ്മളുടെ മെറ്റബോളിസം, അതുപോലെ നമ്മുടെ എനർജി, ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റും ഡൈജഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോൺസാണ്. പിന്നെ മറ്റൊരു ഹോർമോണാണ് TSH. TSH എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ T3 ആൻഡ് T4നെ റെഗുലേറ്റ് ചെയ്യുന്നത് TSH ആണ്. അപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഫങ്ഷൻ കുറയുമ്പോൾ ബ്രെയിൻ എക്സ്ട്രാ TSHനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് തൈറോയ്ഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫങ്ഷനിങ് നോർമൽ അല്ല എന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. അത് മുടങ്ങാതെ കഴിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ മെഡിസിൻ കഴിച്ചാലും നമുക്ക് തൈറോയ്ഡ് ലെവൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതോടൊപ്പം തന്നെ ആ ഒരു സിംറ്റംസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിലൂടെ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ സിംറ്റംസൊക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വാല്യൂ ഒരിക്കലും കൂടിയിട്ടില്ല, ഒരു കുറഞ്ഞൊരു ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നുമില്ല. എനിക്ക് മെയിനായിട്ടുള്ള സിംറ്റംസ് എന്തായിരുന്നു വെച്ചാൽ ക്ഷീണം, അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ, പിന്നെ ജോയിൻറ്റ് പെയിൻ, അങ്ങനെയുള്ള അതുപോലെ മുടി തിന്നാകുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അതുപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ മൊത്തത്തിൽ തൈറോയിഡിൻ്റെ ആ ഒരു ലെവലും അതുപോലെ നമ്മുടെ സിംറ്റംസും ഒക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്യേണ്ടത് ഡയറ്റ് ശരിയാക്കുക. ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റല്ല, നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതിനെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഭക്ഷണം ഒരു നേരത്തെ കഴിക്കുമ്പം അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫൈബർ ഇത്രയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഉറപ്പുവരുത്തുക. ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഞാൻ ഈ ഒരു തൈറോയ്ഡ് കൊണ്ട് മെഡിസിൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 1.5 വർഷം മുൻപ് എൻ്റെ തൈറോയ്ഡ് ലെവൽസ് വളരെ സ്റ്റേബിളായിട്ട് നിന്നതുകൊണ്ട് തന്നെ എൻ്റെ ഡോക്ടർ എനിക്ക് തൈറോയ്ഡ് മെഡിസിൻ ആദ്യം ഡോസ് കുറച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പം തൈറോയ്ഡ് ലെവൽസ് നോർമലായിരുന്നു. അതിനുശേഷം മെഡിസിൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരിക്കലും പുറലോകം കാണാൻ താല്പര്യപ്പെടാത്ത എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഈ ഫോട്ടോസ് വന്നിട്ടൊരു 4-5 വർഷം മുന്നേ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഞാൻ എൻ്റെ മുഖമെല്ലാം മൂൺ ഫേസ് ആയിരുന്നു. അതായത് ഫേസെല്ലാം പഫി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ബോഡി മൊത്തം നീരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷനും ഒക്കെ ആയിരുന്നു. ഞാൻ എത്ര ഡയറ്റ് ചെയ്തിട്ടും എത്ര ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഒന്നും എൻ്റെ വെയ്റ്റും കുറയുന്നില്ല, ഫാറ്റ് ലോസും സംഭവിക്കുന്നില്ല, ഒട്ടും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ആ ഒരു സമയത്താണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുത്തത്. കുറേ ക്രാഷ് ഡയറ്റും അതുപോലെ ഡയറ്റ് പ്രോഗ്രാമിലും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് എന്നെ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്തത് മൈ ഹെൽത്ത് ബഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു കോച്ചിനെ തരും.
നമുക്ക് മലയാളിയായിട്ടുള്ള GP ആണ് കോച്ച്. അപ്പോൾ അവർ തന്ന പേഴ്സണലൈസ്ഡ് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു മാറ്റം എനിക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഡോക്ടർ എനിക്ക് മരുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. മരുന്ന് കുറച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്തു. അപ്പോൾ നോർമലായിട്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കഴിക്കുന്നത് നിർത്താം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും അയണും ഒക്കെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അയൺ എനിക്ക് ബോർഡറിലാണ്. അതോടൊപ്പം തന്നെ ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അയൺ അബ്സോർപ്ഷൻ റേറ്റ് ആണ്. അപ്പോൾ അതും ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ആണ് നമ്മളുടെ അയൺ അബ്സോർപ്ഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലിമെൻസും കഴിച്ചു. അതോടൊപ്പം തന്നെ ഫുഡിലും മാറ്റങ്ങൾ വരുത്തി. അപ്പം അയൺ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഒക്കെ ഈ തൈറോയിഡുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസും, അതായത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ മലയാളികൾ എപ്പോഴും രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. രാവിലെ ദോശ, ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് വീണ്ടും ചോറ്. പക്ഷേ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ നോക്കാറില്ല. നമുക്ക് വയറ് നിറയുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറുന്നവരെ അങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കാലറീസ് നമ്മുടെ ശരീരത്തിൽ കയറും. അങ്ങനെയാണ് അത് എക്സ്ട്രാ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു 2 വർഷം ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഉള്ള എൻ്റെ മുഖത്തെ വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ 3rd ടൈമും ഞാൻ കൺസീവായി. അതൊരു സർപ്രൈസ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, വീണ്ടും പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഈ തൈറോയ്ഡ് ലെവൽസ് വീണ്ടും കൂടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതുപോലെ വെയിറ്റ് ഗെയിനും ഒക്കെ എനിക്കൊരു കൺസേൺ ആയിരുന്നു. പക്ഷേ തൈറോയ്ഡ് ലെവൽസൊക്കെ അപ്പോഴും നോർമലായിട്ട് തന്നെ നിന്നു. 8 kg ആണ് ആകെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ കൂടിയ വെയിറ്റ്. ആ വെയിറ്റ് എല്ലാം ആഫ്റ്റർ ഡെലിവറി ഞാൻ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്നപ്പോൾ ഉള്ള വ്യത്യാസം. അങ്ങനെ അതുമാത്രമല്ല, നമ്മുടെ എനർജി ലെവൽസും ഒക്കെ ഇമ്പ്രൂവായി. പിന്നെ നമ്മുടെ സ്കിന്നും അതുപോലെ ഹെയറും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു. യാതൊരുവിധ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിലും മുടിയിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊരു പെട്ടെന്നുണ്ടാവുന്നുള്ള ഒരു ചേഞ്ച് അല്ല. നമ്മൾ സമയമെടുത്തിട്ട് ആണ് ഈ ചേഞ്ചസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. പിന്നെ രാവിലെ മോർണിംഗ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ മോർണിംഗ് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് മാത്രം നമ്മുടെ വെയിറ്റ് കുറയില്ല. അപ്പോൾ നമുക്ക് ഓരോ ഡ്രിങ്കിനും ഓരോരോ പർപ്പസ് ഉണ്ട്. ചിയ സീഡ്സ് ആണെങ്കിൽ അതിൽ റിച്ച് ഇൻ ഫൈബറാണ്. അതുപോലെ ലെമൺ ജ്യൂസിൽ വൈറ്റമിൻ C ഉണ്ട്. അപ്പോൾ അയൺ അബ്സോർപ്ഷൻ നടക്കും. പിന്നെ അതുപോലെ സിനമൺ പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യും. ജിഞ്ചർ, ടേമറിക് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സൊക്കെ രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. നമ്മൾ സാധാരണ രാവിലെ മധുരമിട്ട ചായ, അത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഷുഗർ സ്പൈക്കിലേക്ക് ആക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ രാവിലെ മധുരമിട്ട ചായ കുടിക്കുന്നത്. ഒരിക്കലും രാവിലെ മധുരമുള്ള സാധനങ്ങൾ കഴിക്കരുത്. രാവിലെ ഇതുപോലെ എന്തെങ്കിലും ചൂടുവെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നിർബന്ധമായിട്ട് ഒരു എഗ്ഗ്, മിനിമം ഒരു എഗ്ഗെങ്കിലും ഉൾപ്പെടുത്തുക. 2 എഗ് വൈറ്റും ഒരു യോക്കും ആണെങ്കിലും കുഴപ്പമില്ല. ഒരു മാക്സിമം ഒരു 25 grams പ്രോട്ടീനെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചവരെ വിശക്കാതെ ഇരിക്കും. അതുപോലെ നമ്മൾ പെട്ടെന്ന് ക്രാഷായി പോവില്ല. നമ്മുടെ ഷുഗർ താന്നിട്ട് ക്രാഷായും പോവില്ല. അങ്ങനെ നമുക്ക് ഉച്ചയ്ക്കും അതുപോലെ അത് കഴിഞ്ഞിട്ടും ഓവർ ഈറ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിരുന്നു. അതിനോടൊപ്പം ഒരു എഗ്ഗും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം, അതുപോലെ എഗ് സാൻഡ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയത്. ലഞ്ചിന് ചോറ് കഴിച്ചിരുന്നു. ചോറിൻ്റെ അളവൊക്കെ 150 to 200 grams ചോറിൻ്റെ അളവ്. പിന്നെ നിറയെ പച്ചക്കറികൾ വെച്ചിട്ടുള്ളൊരു തോരൻ അല്ലെങ്കിൽ സാലഡ് അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും മിക്കവാറും. പിന്നെ ഒരു പ്രോട്ടീൻ, അങ്ങനെയാണ് കഴിച്ചു പോകുന്നത്. പിന്നെ തൈരും കഴിക്കാൻ തുടങ്ങി. ഞാൻ തൈരൊന്നും കഴിക്കാത്ത ആളായിരുന്നു. തൈര്, അതുപോലെ ഞാൻ
ഒട്ടും തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒന്നായിരുന്നു ബ്രോക്കോളി, അവക്കാഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറേ ഇല്ലായിരുന്നു. ഈ ഒരു 2 വർഷത്തിന് ഉള്ളിലാണ് അതൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ അതൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നല്ല നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറിന് ഇപ്പം നമുക്ക് ചോറ് തന്നെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആ ഒരു പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ചോറിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് കുറച്ചുകൂടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് സോഴ്സുകളാണ്. ലൈക്ക് സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ കിൻവ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ ആദ്യമൊക്കെ തുടങ്ങിയപ്പം ബ്രെഡും അതുപോലെ ചപ്പാത്തി, അതായത് ഗോതമ്പിൻ്റെ കാര്യങ്ങൾ കുറേ കഴിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഗോതമ്പ് അങ്ങനെ അധികം കഴിക്കാറില്ല. ഗ്ലൂട്ടൻ തൈറോയ്ഡ് വിരുദ്ധമാണ്. അപ്പം അത് കുറച്ചൊന്ന് കുറച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നതാണ്. പിന്നെ പൊതുവെയുള്ളൊരു ധാരണയാണ് നമ്മൾ തൈറോയ്ഡ് ഉള്ളപ്പം ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ്, ബ്രോക്കലി, കോളിഫ്ലവർ ഒന്നും കഴിക്കരുതെന്ന്. അത് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് പ്രശ്നം. നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതും മോഡറേറ്റ് അളവിൽ കഴിച്ചാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഡയറ്റിൽ സ്ഥിരം കഴിക്കാറുണ്ടായിരുന്ന ഒന്നാണ് ബ്രസീൽ നട്ട്സ്. അതിൽ ധാരാളം സെലനിയം ഉണ്ട്. അത് തൈറോയിഡിന് ഭയങ്കര നല്ലതാണ്. അങ്ങനെ ആണ് ഡയറ്റ് തുടങ്ങിയത്. പിന്നെ കൂടുതലായിട്ട് ബ്രോക്കോളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ മീൽ പ്രെപ്പ്, അതായത് ഒരാഴ്ചത്തേക്കുള്ള ഫുൾ മീൽ പ്രെപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വിശദമായിട്ട് എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് ഞാൻ കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇനി എല്ലാ ആഴ്ചയിലും നമ്മൾ മീൽ പ്രെപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ അത് എല്ലാവരും കണ്ട് അതേപോലെ നോക്കുക. പിന്നെ ഇതിന് കുറച്ച് മുൻപ് നമ്മൾ 5 ദിവസത്തേക്കുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 ദിവസത്തേക്കുള്ള മെനു അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫുഡിനൊപ്പം തന്നെ നമ്മൾ എക്സസൈസും അതുപോലെ നമ്മളുടെ ഉറക്കം, സ്ട്രെസ്സ്, അതൊക്കെ ഒരു ഫാക്ടറാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ഈ തൈറോയ്ഡ് മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ദിവസം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേദന മാറാൻ എനിക്ക് 2 ആഴ്ചയൊക്കെ വേണ്ടി വരും. അത്രയ്ക്ക് ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനേ പേടിയാണ്, ഇതുപോലെ ബോഡി പെയിൻ വരും എന്നോർത്തിട്ട്. അപ്പോൾ അതൊക്കെ ഇൻഫ്ലമേഷൻ കാരണമാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫുഡ് കറക്റ്റ് ആക്കുമ്പോഴേ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷനൊക്കെ കുറയും. അതുപോലെ ഇൻഫ്ലമേഷൻ ടെസ്റ്റുകളിൽ എപ്പോഴും എനിക്ക് ഇൻഫ്ലമേഷൻ കൂടുതലായിട്ടായിരുന്നു കുറേ നാളുകളായിട്ട്. അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഇൻഫ്ലമേഷനൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ഡയറ്റ് നമ്മൾ ചെയ്യാതെ തുടങ്ങിയപ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത് ഞാൻ മൺഡേ ടു ഫ്രൈഡേ കഴിയുന്നതും ഓവർനൈറ്റ് ഓട്സ് കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓവർനൈറ്റ് ഓട്സ് ഭയങ്കര നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീന് വേണ്ടിയിട്ട് മുട്ട, അല്ലാന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ആണെങ്കിൽ അത് പ്രോട്ടീൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓട്സിൽ നിറയെ ഫൈബർ ഉണ്ട്. പിന്നെ നമ്മളതിൽ കുറേ നട്ട്സും സീഡ്സും ഒക്കെ ഇടും. കുറേ എന്ന് പറയുന്നത് ഒരുപാട് ഇടാൻ പാടില്ല, ഒരു കണക്കിൽ ഇടണം. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോയും ഒക്കെ നമ്മൾ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ തൈര് ചേർക്കുന്നുണ്ട്, ഗ്രീക്ക് യോഗട്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ തൈര്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഗട്ട് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ വയറും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് ഈ ഒരു തൈറോയ്ഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗട്ട് ഹെൽത്തും ലിവർ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് വഴി നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഇതുപോലെ ഫുഡൊന്ന് കഴിച്ചിട്ട് നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതിന് മുൻപേ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂസിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഉറക്കം. സമയത്ത് ഉറങ്ങുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഉറങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞുമാവയൊക്കെ വന്നത് കാരണം ഉറക്കം ഒരു 3 മാസമായിട്ട് നല്ല ഡിസ്റ്റർബ്ഡ് ആണ്. ഈ ഒരു അടുത്ത സമയത്താണ് ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഉറക്കം കിട്ടുന്നൊരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. പിന്നെ സ്ട്രെസ്സ്
കൂടുതൽ സ്ട്രെസ്സൊന്നും മനസ്സിലേക്ക് എടുക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ സ്ട്രെസ്സിനൊക്കെ ഒന്ന് മാറ്റിവെക്കുക. നമ്മൾ മനസ്സിൽ ഒരുപാട് ചിന്തകളും അതുപോലെ നമുക്ക് മറ്റുള്ള കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വെക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലൊരു ആശ്വാസം കിട്ടും. പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം. അതുപോലെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫോണിൻ്റെ യൂസേജൊക്കെ കുറച്ചിട്ട് കുട്ടികളുമായിട്ടൊക്കെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാം. അങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ആവും. ഈ ഹൈപ്പോതൈറോയിഡിസിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ഷീണം വന്നിട്ട് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ ആദ്യം ഫുഡിൽ തുടങ്ങുക, അതിനുശേഷം പതുക്കെ പതുക്കെ എക്സസൈസും അതുപോലെ സ്ലീപ്പും ഒക്കെ റെഡിയാക്കി എടുത്താൽ വളരെ നല്ലതാണ്. പിന്നെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാർഡിയോ എക്സസൈസും ഉണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഉണ്ട്. ഞാൻ കൂടുതലും ചെയ്തിരുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഒന്നുകൂടെ എഫക്റ്റീവാണ് കാർഡിയോക്കാട്ടിലും. കാർഡിയോ ചെയ്യണം, പക്ഷെ ഒരുപാട് നേരം കാർഡിയോ സ്പെൻഡ് ചെയ്താൽ ഇതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഒരു കോച്ചിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിലും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഡമ്പലൊക്കെ മേടിച്ചിട്ട് കുറേശ്ശായിട്ട് ചെയ്യാം. ആദ്യമേ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണവും അതുപോലെ വേദനകളും ഒക്കെ വരും. കുറേശ്ശായിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. പിന്നെ ഞാനിതിൽ ഇപ്പം ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡുകളാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു ദിവസത്തെ മെനു ആയിട്ടിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഡയറ്റിൽ അവക്കാഡോ അതുപോലെ ബ്രോക്കലി ഒന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, അത് കഴിക്കരുത് ഇത് കഴിക്കരുത്, അതൊന്നും ഞാൻ വകവയ്ക്കാതെ ബ്രോക്കലി നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരുപാട് നല്ല നല്ല റിസൾട്ടാണ് തന്നത്. പിന്നെ അവക്കാഡോയിലും നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. ഇത് രാവിലെ നമ്മൾ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നടക്കാൻ പോകുമായിരുന്നു. ആദ്യം കുറേശ്ശെ നടക്കുക, പിന്നെ പതുക്കെ അത് കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ഇടയ്ക്ക് മോർണിംഗ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരുപാടങ്ങ് ഡയറ്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള ഒരു ഡയറ്റിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ എത്ര റെസ്ട്രിക്റ്റ് ചെയ്താലും നമുക്കത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ജീവിതകാലം മൊത്തം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വേ ഓഫ് ഈറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ ക്രമീകരിക്കുക. പിന്നെ കാലറി ഡെഫിസിറ്റിലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് എത്ര കാലറി ആണോ വേണ്ടത് അതിനെക്കാട്ടിലും കുറച്ച് കഴിക്കാം. അപ്പോഴാണ് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. പിന്നെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കഴിക്കുക, ബാലൻസ്ഡ് ആയിട്ട്. ഓരോ മീലിലും പ്രോട്ടീൻ ഉറപ്പാക്കുക. പ്രോട്ടീനും ഫൈബറും നമ്മൾ മീൽസിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കുകയില്ല. നമുക്ക് മധുരത്തിനോടും അതുപോലെ സോൾട്ടി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡിനോടൊന്നും ക്രേവിങ്സ് വരില്ല. പിന്നെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഏകദേശം ഒരു 8 വർഷമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യാറില്ല. നോൺ സ്റ്റിക്ക് ഒരു പാത്രമാണ് എനിക്ക് ഉള്ളത്. അത് അത്യാവശ്യം സന്ദർഭങ്ങളിൽ മാത്രം എടുക്കുന്ന ഒന്നാണ്. അത് അടിയിൽ പിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ സ്റ്റീൽ അതുപോലെ കാസ്റ്റേൺ അയൺ അങ്ങനെയുള്ള പാത്രങ്ങളിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ വീട്ടിലുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഒലിവ് ഓയിൽ സാലഡിൻ്റെ ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അവക്കാഡോ ഓയിലും കുക്ക് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ ബട്ടറും നെയ്യും ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈയിങ് ഓയിൽ മാത്രം തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുമ്പം ഹൈ സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ള ഓയിലാണ് എപ്പോഴും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലല്ല. അതുപോലെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒന്ന് കുറയ്ക്കുന്നതല്ലാണ്. നമ്മളങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒരുപാട് കഴിക്കാറില്ല. നാട്ടിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു 4 മണി സമയമാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് വാങ്ങി കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ആ സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് നോക്കുക.
അതുപോലെ ബിസ്ക്കറ്റും കുക്കീസും അതൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ നമ്മൾ മധുരം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചായയിൽ മധുരം ഇട്ട് കുടിക്കാറുണ്ട്. പിന്നെ നമുക്ക് ക്രേവിങ്സ് തോന്നുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു കേക്ക് ഒക്കെ കഴിക്കാറുണ്ട്. നമ്മൾ ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഒന്നുകൂടെ റിസൾട്ട്സ് ഫാസ്റ്റ് ആക്കുകയേ ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. നമുക്കങ്ങനെ എല്ലാം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെയാണ് വെയിറ്റ്. അതുപോലെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് 8 കിലോ വെയിറ്റാണ് കൂടിയത്. പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ പഴയ വെയിറ്റിലേക്ക് തിരിച്ചും വന്നു. പിന്നെന്താണ്, നമ്മളിപ്പോൾ ഒരു ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഡയറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയും. പക്ഷേ വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ വീണ്ടും വെയിറ്റ് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ ഈ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് നോക്കിയിട്ട് വെയിറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസും കൂടെ സംഭവിക്കും. അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടും കൊടുക്കും. നമുക്ക് ആ ഉള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആവണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യാനൊരു മോട്ടിവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. മൈ ഹെൽത്ത് ബഡി ഞാൻ സജസ്റ്റ് ചെയ്യും. അത് ഞാൻ പല പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. ഇവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് മാക്രോസും അതുപോലെ തന്നെ കറക്റ്റ് ഫുഡിൻ്റെ വെയിറ്റ് സഹിതം ഇവർ നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കണ്ണും പൂട്ടി നമുക്കതേ വെയിറ്റിൽ നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കറക്റ്റ് വെയിറ്റ് അവർ പറയില്ല. ആ ഒരു നമ്പർ ഓഫ് ദോശ, നമ്പർ ഓഫ് ചപ്പാത്തി അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അതെനിക്കത്ര ജെന്യുവനായിട്ട് ഫീൽ ചെയ്തില്ല. അതുപോലെ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അങ്ങനെ. ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എല്ലാം കഴിക്കാം. അങ്ങനെയാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥയായിരിക്കണം എന്നില്ല എല്ലാവർക്കും. ഓരോരുത്തരുടെ ശരീരം വ്യത്യാസമാണ്. തൈറോയ്ഡ് മെഡിസിൻ ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിർത്താനോ അല്ലാന്നുണ്ടെങ്കിൽ ഡോസ് കൂട്ടാനോ കുറയ്ക്കാനോ പോകരുത്. നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക. അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വേണ്ട ചേഞ്ചസ് വരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു വ്യത്യാസം വരും. അതിന് ഞാൻ തന്നെയാണ് ഉദാഹരണം. അപ്പോൾ ഇനിയിപ്പം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എൻ്റെ 3 months കഴിഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ വീണ്ടും ബാക്ക് ടു ട്രാക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന മീൽ പ്രപ്പ് വീഡിയോസൊക്കെ ഡയറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എണ്ണ ഒക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യുക. നമ്മളിപ്പം രുചി കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ കടുക് താളിക്കൽ, ഒരുപാട് തവണ ഒരു കറി തന്നെ 2-3 തവണ താളിക്കൽ പരിപാടികൾ ഒക്കെ ഒഴിവാക്കി വളരെ കുറച്ച് ഓയിലിൽ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കുക്ക് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലും ഇടാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.